കേരളത്തിൽ വലിയ ബുദ്ധിജീവി ചമയുകയും എന്നാൽ രാജ്യസഭയിൽ നിരന്തരം ബി.ജെ.പി. നേതാക്കളുടെ അമിത്ഷായുടെ, നിർമ്മല സീതാരാമൻ്റെ എല്ലാം വലിയ രീതിയിലുള്ള പരിഹാസ ശരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ കേരളത്തിലെ ഈ നേതാവാണ്, ഇപ്പോൾ ആണ്, രാജ്യസഭ ആണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ അദ്ദേഹം പതിവ് തെറ്റിച്ചില്ല. നിർമ്മല സീതാരാമൻ്റെ ഇരയാവുകയാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ അമിത്ഷാ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പരിഹാസം കേട്ട് ഇളിഭ്യനായി നിൽക്കുന്ന ജോൺ ബ്രിട്ടാസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ജോൺ ബ്രിട്ടാസ്, രാജ്യസഭയിൽ CPM അംഗമായ ബ്രിട്ടാസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ പരിഹാസത്തിൻ്റെ ഇരയായത് എന്തിനാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രിട്ടാസിൻ്റെ പാർട്ടിയാണ് ഏക അന്താരാഷ്ട്ര പാർട്ടി എന്നാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രിട്ടാസ് അവിടെ ഇലോൺ മസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമിത്ഷാ ചാടി എഴുന്നേറ്റ് നിങ്ങൾ ഇന്ത്യയുടെ കാര്യം പറയൂ, ഇന്ത്യയുടെ കാര്യം പറയാതെ നിങ്ങൾ എന്തിനാണ് ഇലോൺ മസ്കിൻ്റെ കാര്യം പറയുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചത്. പോരാത്തതിന് ഞങ്ങളുടെ പാർട്ടിയെല്ലാം, അതായത് ഇവിടെ ഇരിക്കുന്ന സകല പാർട്ടികളും ഇന്ത്യയിൽ ഉത്ഭവിച്ച പാർട്ടിയാണ്, ഇന്ത്യക്കാരുടെ പാർട്ടിയാണ്. എന്നാൽ നിങ്ങളുടെ ഒരൊറ്റ പാർട്ടി മാത്രമാണ് വിദേശത്ത് ഉത്ഭവിച്ച അന്താരാഷ്ട്ര പാർട്ടി എന്നാണ് അമിത്ഷാ പരിഹസിച്ചത്. അതായത് ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നൊരു പാർട്ടി എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി ബ്രിട്ടാസിൻ്റെ മിണ്ടാട്ടം മുട്ടിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അമിത്ഷായുടെ ഈ പരിഹാസം സഭയിലും ചിരി പടർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ രാജ്യസഭയിൽ മാവോയിസ്റ്റുകൾക്കെതിരായ നടപടിയും അമിത്ഷാ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി രാജ്യസുരക്ഷയ്ക്കായി നടപ്പാക്കാത്ത നടപടികൾ മോദി സർക്കാർ ഒരുമിച്ച് നടപ്പാക്കിയെന്നാണ് അമിത്ഷാ പറയുന്നത്. പോരാത്തതിന് ഭീകരവാദത്തിനെതിരെ മിണ്ടാൻ പോലും നേരത്തെ സർക്കാരിന് ഭയമായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ കടന്നു കയറി നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു, ഭീകരവാദികളോടൊപ്പം ചേരുന്ന ഇന്ത്യൻ യുവാക്കളുടെ എണ്ണം 0 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടു. ജമ്മു കശ്മീരിൽ ഭീകരവാദികളുടെ ബന്ധുക്കളെ സർക്കാർ ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ട് ശക്തമായ സന്ദേശം നൽകി. ബാർ കൗൺസിലടക്കം ഭീകരവാദികളുടെ ബന്ധുക്കൾ കേസ് നടപടികൾ പോലും തടഞ്ഞു. ഇത്തരം നടപടികളെല്ലാം അവസാനിച്ചെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുവിടത്തിലെ കല്ലേറിൽ ആളുകൾ മരിക്കുന്ന സ്ഥിതിയിൽ നിന്നും മാറി കല്ലേർ ഇല്ലാതാക്കിയെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം മാർച്ചിൽ രാജ്യത്ത് നിന്ന് മാവോയിസം തുടച്ചു നീക്കുമെന്നും രാജ്യസഭയിൽ അമിത്ഷാ അവകാശപ്പെട്ടു. 10 വർഷത്തെ പ്രയത്നമാണിതെന്നും ഇതിനായി ഊണും ഉറക്കവും ത്യജിച്ച് പ്രയത്നിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അമിത്ഷാ ഇന്ത്യയും ഇസ്രായേലും അമേരിക്കയും ഇവരൊരു ത്രയമാണ്. എന്തായാലും ഈ ത്രയത്തിലേക്ക് ഇന്ത്യയെ കൂട്ടിച്ചേർത്തത് നരേന്ദ്രമോദിയാണ്. നേരത്തെ മോദി വരുന്നതിന് മുമ്പ് ഇസ്രായേലും അമേരിക്കയുമായിരുന്നു ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ രാജ്യങ്ങളായി തലയെടുപ്പോട് നിന്നത്. എന്നാൽ ആ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ഇന്ത്യയും വന്ന് ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടാസിൻ്റെ ഗ്യാസ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.